ഡിസ്റ്റിലറി ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് സമുദായത്തിനുണ്ട് 22 ഡിസ്റ്റിലറി ലൈസൻസ് ഉണ്ട്. അതായത് 0.5 അതിൽ കൂടുതൽ 4% വരെ ആൽക്കഹോളുള്ള വൈൻ ഉണ്ടാക്കുന്നു. 2 ലൈസൻസ് ലേഡീസിന്റെ പേരിലാണ്. അല്ല, പീൽപോസിയുടെ പറയുന്നത് തെറ്റാണ്. ഈ മാസിന് ഉപയോഗിക്കുന്ന വീഞ്ഞ് എന്ന് പറയുന്നത് കേട്ടോളൂ. പീൽപോസിയേട്ടാ, നമ്മൾ പല ചർച്ചകളും പീലിപ്പോസിയോടൻ അടിക്കുന്ന പോലെയുള്ള മദ്യം അടിക്കുന്ന വേദിയല്ല അൽത്താര. അവിടെ നമ്മൾ ഈ ചെവിത്തോണ്ടി പോലുള്ള സ്ഥലത്ത് ഒരു സാധനം ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ചെറിയ സംഭവം എടുത്ത് ഒഴിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ബാറിന്റെ കുപ്പി വെച്ചുള്ള ഓപ്പറേഷൻ അല്ലത്. അതുകൊണ്ട് ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറവുള്ള സംവിധാനം ഞാൻ കുടിച്ചു നോക്കിയിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ. അതായത് ലഹരി ഉണ്ട്, അതിന് ലഹരി ഉണ്ട്. അത് കുടിക്കാൻ കിട്ടുകയല്ല. ഞാൻ കുടിച്ചിട്ടുണ്ടെന്നാ പറയാ, കുടിക്കാൻ കിട്ടോ ഇല്ലയോ എന്നല്ല, ഞാൻ കുടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഉപയോഗിക്കുന്ന വീഞ്ഞ് മറ്റൊരാൾക്കും കിട്ടൂല. അത് അരമനയിൽ നിന്ന് പ്രത്യേക ലൈസൻസ് ഉള്ള ഇടവകയിൽ നിന്നുള്ള വികാരിയുടെ കത്തായിട്ട് വന്നോളൂ. കിട്ടിയിട്ട് അത് ഏതെങ്കിലും എവിടുന്നാ വാങ്ങുന്നതല്ല എനിക്കറിയാം. നമുക്കൂടെ ഒരു ഉപായം പറയാം. ഞാനൊരു ഉപായം പറയാം. വീര്യം കുറഞ്ഞ മദ്യമാണല്ലോ. ഞാനൊരു ഉപായം പറയാം. പ്ലീസ്, ഞാനൊരു ഉപായം പറയാം. വീര്യം കുറഞ്ഞ മദ്യമാണല്ലോ ആവശ്യം. അതുകൊണ്ട് നമുക്ക് 900-ലധികം ബാറുകൾ ഇവിടെ ഉണ്ട്. 300-ഓളം ബെഫ്കോ കൗൺസിൽ ഔട്ട്ലെറ്റിലുണ്ട്. അപ്പൊ അതിന്റെ വീര്യം കുറച്ചാ പോരെ? വീര്യം കുറഞ്ഞ ആവശ്യമെങ്കിൽ എന്തിന്? ഇതിലെ വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിക്കുമ്പോൾ നികുതി കുറയുന്ന പറയണത്. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഈ ബെക്കാഡി ബ്രീസറിന് 110-120 രൂപയുള്ളൂ. ഇവിടുത്തെ നികുതി വെച്ച് നോക്കുമ്പോൾ 200 രൂപ വരുന്നുണ്ട്. ഒരു നഷ്ടവും ഗവൺമെന്റ് ഉണ്ടാവുന്നില്ല. ഗവൺമെന്റ് റവന്യൂ ഉണ്ടാവുള്ളൂ. ബെക്കാഡി ബ്രീസർ വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.